ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോളിഫ്ലവറിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഈസി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് പിന്നെ കോളിഫ്ലവർ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ അതിലുള്ള പുഴുവും ഇതൊക്കെ മാറുള്ളൂ. അപ്പോൾ അധികം വെന്ത് പോകാൻ പാടില്ല. അതിനുശേഷം അത് നന്നായി 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം മൈദയും കോൺഫ്ലവറും ചേർക്കുക. മൈദ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ കോളിഫ്ലവറും ഇതേപോലെ ബാച്ച് ബാച്ചായി പൊരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ എല്ലാം ഇവിടെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കടായി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകുമാണ്. ഇഞ്ചിയും പച്ചമുളകും ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. 2 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. എത്ര വഴറ്റാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നു. റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് കുരുമുളക് പൊടിയാണ്. അതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടിയെല്ലാം ആവശ്യത്തിന് അനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ചതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. കാര്യമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ്. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച കോളിഫ്ലവറും ഇതിലേക്കിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ക്യാപ്സിക്കൊന്നും അധികം നേരം വേവേണ്ട ആവശ്യമില്ല. കാരണം ക്യാപ്സിക്കെല്ലാം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിലേക്ക് മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി എന്താ പറയുക കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. നമുക്ക് വെള്ളം കുറച്ചും കൂടി ചേർത്തുകയാണെങ്കിൽ ഡ്രൈ അല്ലാത്ത കറിയും ചെയ്തെടുക്കാവുന്ന. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കായതുകൊണ്ട് ഡ്രൈ കറിയാണ് ചെയ്യുന്നത്. ഇത് ചപ്പാത്തിക്കും പിന്നെ പൂരിക്കും എല്ലാം നല്ല പൊറോട്ട എല്ലാത്തിനും നല്ല ടേസ്റ്റില്ല. പിന്നെ നമുക്ക് ചോറിന് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് ഈ കറി നല്ലോണം എല്ലാവരും ചെയ്ത് നോക്കുക.